PQ ടൈംസിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് കലാസാഹിത്യം സംസ്കാരം കായികം വിഭാഗത്തിലെ ചോദിച്ച ചോദ്യങ്ങളാണ്. ഇന്നലെ നമ്മൾ ഈ ടോപ്പിക് തന്നെയാണ് ചർച്ച ചെയ്തത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു വന്നു. നമുക്കെങ്കിൽ നോക്കാം ക്വസ്റ്റ്യൻസ്. വിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പുത്രനായ എം രാമവർമ്മ രാജ ആദ്യ ചെയർമാനായ അക്കാദമി ഏതാണ്? ചോദ്യം മനസ്സിലായല്ലോ. വിഖ്യാത ചിത്രകാരൻ നമുക്കറിയാം രാജാ രവിവർമ്മ അല്ലെ. ആ രാജാ രവിവർമ്മയുടെ പുത്രനായ എം രാമവർമ്മ രാജ, പഠിച്ചു വെക്കണേ, അദ്ദേഹത്തിന്റെ പുത്രനാണ് രാമവർമ്മ രാജ. ആദ്യത്തെ ചെയർമാൻ ആയിട്ടുള്ള അക്കാദമി ഏതാണ്? ഇവിടെ ലളിതകലയുണ്ട്, സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഉണ്ട്, സാഹിത്യമുണ്ട്, സംഗീത നാടക അക്കാദമി, 4 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആൻസർ ഇവിടെ ഏതാണ് വരുന്നത്? കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആയിട്ടാണ് എം രാമവർമ്മ രാജ ആദ്യത്തെ ചെയർമാൻ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് കേരള ലളിതകല അക്കാദമിയെ കുറിച്ചിട്ടും സാഹിത്യ അക്കാദമിയെ കുറിച്ചിട്ടും സംഗീത നാടക അക്കാദമിയെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് കേരള ലളിതകല അക്കാദമിയാണ്. നോക്കിക്കേ, കേരള ലളിതകല അക്കാദമി സ്ഥാപിതമായ വർഷം എപ്പോഴാണ്? കേരള ലളിതകല അക്കാദമി സ്ഥാപിതമായ വർഷം 1962. കേരള ലളിതകല അക്കാദമി സ്ഥാപിതമായത് 1962 ആണ്. ഇനി ഇതിന്റെ സ്ഥാപകൻ ആരാണ്? കേരള ലളിതകല അക്കാദമിയുടെ സ്ഥാപകൻ KCS പണിക്കർ. ആരാണ്? KCS പണിക്കർ. പഠിച്ചു വെക്കണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വർഷമൊക്കെ ചോദിച്ചതാണ്. ഇതിന്റെ ആസ്ഥാനം, കേരള ലളിതകല അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ് കേട്ടോ. ആസ്ഥാനം തൃശ്ശൂരാണ്. ഏത് വകുപ്പിന് കീഴിലാണ്? സാംസ്കാരിക വകുപ്പിന് കീഴിലാണ്. സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് ലളിതകല അക്കാദമി പ്രവർത്തിക്കുന്നത്. ഇനി പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ലളിതകല അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാ? കലാപ്രദർശനങ്ങൾ, കലാപ്രദർശനം, പിന്നെ എന്തൊക്കെ വരും? ശിക്ഷണ ക്യാമ്പുകൾ, പിന്നെ കലാപുരസ്കാരം, ഇതൊക്കെ ലളിതകല അക്കാദമിയുടെ പ്രവർത്തനത്തിൽ വരുന്നതാണ്. ഇനി ലളിതകല അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ലളിതകല അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ നമ്മൾ ഇപ്പൊ പറഞ്ഞു അല്ലെ, രാമവർമ്മ രാജ. ഓക്കെ, ആദ്യത്തെ ചെയർമാൻ രാമവർമ്മ രാജ. എങ്കിൽ നിലവിൽ ആരാണ്? ഇപ്പോഴത്തെ കേരള ലളിതകല അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? മുരളി ചീരോത്ത് കേട്ടോ. മുരളി ചീരോത്ത്. എല്ലാം ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞതാണ്. മുരളി ചീരോത്ത്. ഇനി ലളിതകല അക്കാദമിയുടെ ഒരു സംരംഭം ഉണ്ട്. അത് ഏതാണ് ഈ ഒരു സംരംഭം? ലളിതകല അക്കാദമിയുടെ സംരംഭം സഞ്ചരിക്കുന്ന ചിത്രശാല. സഞ്ചരിക്കുന്ന ചിത്രശാല പഠിച്ചല്ലോ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ച്? ലളിതകല അക്കാദമിയെ കുറിച്ചിട്ട് ഒരു ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലളിതകല അക്കാദമി സ്ഥാപിതമായ വർഷം 1962 ആണ്. അതിന്റെ സ്ഥാപകൻ KCS പണിക്കരാണ്. അതിന്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. തൃശ്ശൂർ എവിടെയെന്ന് അടക്കം ചോദിച്ച ചോദ്യമാണ്. ചെമ്പുകാവാണ് കേട്ടോ, ചെമ്പുകാവാണ്. പിന്നെ ലളിതകല അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? രാമവർമ്മ രാജയാണ്. നിലവിലെ ചെയർമാൻ മുരളി ചീരോത്താണ് കറണ്ട് അഫെയറില്. ഏത് വകുപ്പിന് കീഴിലാണെന്ന് ചോദിച്ചാൽ സാംസ്കാരിക വകുപ്പിന് കീഴിലാണ്. ലളിതകല അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ കലാപ്രദർശനവും ശിക്ഷണ ക്യാമ്പുകളും കലാപുരസ്കാരം ഇതൊക്കെയാണ്. പഠിച്ചല്ലോ. ലളിതകല അക്കാദമിയുടെ സംരംഭം ഏതാണെന്ന് ചോദിച്ചാൽ സഞ്ചരിക്കുന്ന ചിത്രശാല. ചിലപ്പോൾ ചോദ്യം എങ്ങനെ വരാം? സഞ്ചരിക്കുന്ന ചിത്രശാല താഴെ തന്നിട്ടുള്ളതിൽ ഏതിന്റെ സംരംഭമാണ് എന്ന് ചോദിച്ചാൽ ലളിതകല അക്കാദമിയുടേതാണ്. പഠിച്ചല്ലോ. കേരള സംഗീത നാടക അക്കാദമി നമുക്ക് ഒന്ന് പഠിച്ചു വരാം. സംഗീത നാടക അക്കാദമി സ്ഥാപിതമായ വർഷം എപ്പോഴാണ്?
1958 കേട്ടോ. 1958 കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിതമാകുന്നത്. ഏപ്രിൽ മാസം 26 ഇതിന്റെ ആസ്ഥാനം, സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനവും തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂരിൽ എവിടെ? ചെമ്പുകാവിൽ തന്നെയാണ് കേട്ടോ. ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനവും സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനവും ഒക്കെ തൃശ്ശൂർ ചെമ്പുകാവിൽ തന്നെയാണ്. ഏത് വകുപ്പിന് കീഴിലാണ് എന്ന് ചോദിച്ചാൽ കല ആയതുകൊണ്ട് തന്നെ അത് സാംസ്കാരിക വകുപ്പിന് കീഴിലാണ്. ഇനി ഇതിന്റെ പ്രവർത്തന മേഖലകൾ അല്ലെ, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇത് നടത്തുന്നത്? ഇത് ശ്രദ്ധിച്ചു വെക്കണം. സംഗീത നാടക അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ, ഇവിടെ വാക്കിൽ നിന്ന് എടുക്കണം. സംഗീതം, നാടകം, മനസ്സിലായോ? അതില് സംഗീതം വരും, അതുപോലെ നാടകം വരും, പിന്നെ നൃത്തം വരും കേട്ടോ. ഇത് 3 ഇതിന്റെ പ്രവർത്തന മേഖല. അപ്പൊ ചിത്രകല എന്നൊക്കെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ ഇതിൽ വരില്ല കേട്ടോ. സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ വരില്ല. ഇതിന്റെ പ്രവർത്തനങ്ങൾ സംഗീതം, നാടകം, നൃത്തം ആണ് കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ വരുന്നത്. ഇനി ഇതിന്റെ സ്വഭാവം എങ്ങനെയാണ്? ഇതിന്റെ സ്വയം ഭരണ സ്ഥാപനമാണ് കേട്ടോ. ഒരു സ്വയം ഭരണ സ്ഥാപനം ആണ് കേരള സംഗീത നാടക അക്കാദമി. ഇനി സംഗീത നാടക അക്കാദമി നൽകുന്ന പരമോന്നത അംഗീകാരമാണ് ഫെലോഷിപ്പ് കേട്ടോ. ഫെലോഷിപ്പ്, കേരള സംഗീത നാടക അക്കാദമി നൽകുന്ന പരമോന്നതമായ അംഗീകാരം ഏതെന്ന് ചോദിച്ചാൽ അത് ഫെലോഷിപ്പ് ആണ്. ഇനി കേരള സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ആരെ എന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ഉദ്ഘാടനം ചെയ്തത്. പ്രസിദ്ധീകരണം ഏതാണ്? സംഗീത നാടക അക്കാദമിയുടേത് കേളിയാണ് കേട്ടോ. സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണം കേളിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യ ചെയർമാൻ ആരാ? സംഗീത നാടക അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ മങ്കു തമ്പുരാനാണ് കേട്ടോ. മങ്കു തമ്പുരാനാണ്. ആദ്യത്തെ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ PK നമ്പ്യാരാണ്. PK നമ്പ്യാർ. ഓക്കെ, ഇപ്പോ നമുക്ക് കറണ്ട് അഫെയറും ഒപ്പം നോക്കണ്ടേ? അപ്പൊ നിലവില് ആരാണ്? നിലവില് സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേട്ടോ. മട്ടന്നൂർ ശങ്കരൻകുട്ടി. എങ്കിൽ ഈ നിലവിലെ സെക്രട്ടറി ആരാ? നിലവിലെ സെക്രട്ടറി കരിവെള്ളൂർ മുരളിയാണ്. കരിവെള്ളൂർ മുരളിയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. അപ്പൊ നമുക്ക് ഒന്നും കൂടി നോക്കാം സംഗീത നാടക അക്കാദമിയെ കുറിച്ചിട്ട്. വർഷം 1958 ഏപ്രിൽ മാസം 26 പഠിച്ചു വെക്കണേ. 1958 ഏപ്രിൽ മാസം 26 കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിതമാകുന്നത്. 1. ആസ്ഥാനം തൃശ്ശൂരിലെ ചെമ്പുകാവിലാണ്. വകുപ്പ് സാംസ്കാരിക വകുപ്പിന് കീഴിൽ തന്നെയാണ്. ഇതിന്റെ പ്രവർത്തന മേഖലകള് ആ വാക്കിൽ നിന്നെടുക്കൂ. സംഗീതം, നാടകം, നൃത്തം. ഇനി അതിന്റെ സ്വഭാവം ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. പരമോന്നത അംഗീകാരം അല്ലെ, നാടക അക്കാദമി നൽകുന്ന ഒരു പരമോന്നതമായ അംഗീകാരമാണ് ഫെലോഷിപ്പ്. ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. ഇതിന്റെ പ്രസിദ്ധീകരണം കേളിയാണ്. ആദ്യത്തെ ചെയർമാൻ മങ്കു തമ്പുരാനും ആദ്യത്തെ സെക്രട്ടറി PK നമ്പ്യാരുമാണ്. നിലവിലെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി ആണെങ്കിൽ സെക്രട്ടറി കരിവെള്ളൂർ മുരളിയാണ്. ഇത്രയും കാര്യങ്ങൾ കേരള സംഗീത നാടക അക്കാദമിയെ കുറിച്ച് പഠിക്കണം. ലളിതകല അക്കാദമി നമ്മൾ ഏതാ വർഷം പഠിച്ച്? 1962. അതിനു മുമ്പേ ഏത് വന്നു? സംഗീത നാടക അക്കാദമി വന്നു. രണ്ടിന്റെയും ആസ്ഥാനം തൃശ്ശൂർ ചെമ്പുകാവാണ്. രണ്ടും വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സാംസ്കാരിക വകുപ്പ് തന്നെയാണ് കേട്ടോ. എങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക്. നെക്സ്റ്റ് വൺ കേരള സാഹിത്യ അക്കാദമി കേട്ടോ. നമ്മുടെ ഇന്ത്യയില് പ്രാദേശിക തലത്തിൽ കേട്ടോ, നമ്മുടെ ഇന്ത്യയില് പ്രാദേശിക തലത്തിൽ ആദ്യമായി രൂപം കൊണ്ട ഒരു സ്ഥാപനമാണ് കേരള സാഹിത്യ അക്കാദമി എന്ന് പറയുന്നത്. അതിന്റെ വർഷം 1956. നമ്മുടെ കേരളം രൂപീകൃതമാകുന്ന വർഷം കേട്ടോ. ഓഗസ്റ്റ് മാസം 15 അങ്ങനെയൊക്കെ ആലോചിക്കണേ. നമ്മുടെ കേരളം രൂപീകൃതമാകുന്ന 1956 നവംബർ 1 അല്ലെ. അങ്ങനെ 1956 സ്വാതന്ത്ര്യം കിട്ടിയ വർഷം അല്ലേ, മാസം വിത്ത് ഡേറ്റ് ഓഗസ്റ്റ് 15 കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമാകുന്നത്. പക്ഷെ അത് ഉദ്ഘാടനം ചെയ്തത് 1956 കേട്ടോ. 1956 ഒക്ടോബർ മാസം
ഓഗസ്റ്റ് 15 നിലവിൽ വന്നുവെങ്കിലും ഉദ്ഘാടനം ചെയ്തത് 1956 തന്നെ ഒക്ടോബർ മാസം 15 കേട്ടോ. ഓഗസ്റ്റ് കഴിഞ്ഞ് ഒക്ടോബർ മാസം 15 ഉദ്ഘാടനം ചെയ്തത്. അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് കേട്ടോ. തിരുവിതാംകൂർ രാജാവായിട്ടുള്ള ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഓക്കെ, ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം എവിടെയാ? എല്ലാം തൃശ്ശൂരാണ് അല്ലെ? ആസ്ഥാനം തൃശ്ശൂരാണ്. ഇനി കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ പഠിച്ചു വെച്ചോളണം. സാഹിത്യ ചക്രവാളം. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളാണ് സാഹിത്യ ചക്രവാളം, അതേപോലെ സാഹിത്യ ലോകം, സാഹിത്യ ചക്രവാളം, സാഹിത്യ ലോകം, മലയാളം ലിറ്ററേച്ചർ സർവേ, മലയാളം ലിറ്ററേച്ചർ സർവേ. ഇനി ആദ്യ പ്രസിഡന്റ് ആരാണ്? സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് സർദാർ KM പണിക്കരാണ് കേട്ടോ. സർദാർ KM പണിക്കരാണ് സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ്. എങ്കിൽ നമുക്ക് നിലവിലത്തെ പ്രസിഡന്റ് ആരാ? കറണ്ട് അഫെയറില് നിലവിലെ K സച്ചിദാനന്ദനാണ് കേട്ടോ. K സച്ചിദാനന്ദനാണ് ഇപ്പോ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ്. എങ്കിൽ വൈസ് പ്രസിഡന്റ് ആരാ? വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലാണ് കേട്ടോ. അശോകൻ ചെരുവിലാണ് വൈസ് പ്രസിഡന്റ്. എങ്കില് സെക്രട്ടറി ആരാ? കറണ്ട് അഫെയറില് സെക്രട്ടറി CP അബൂബക്കർ ആണ് കേട്ടോ. CP അബൂബക്കർ. അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെയാ പഠിച്ചത്? കേരള സാഹിത്യ അക്കാദമിയെ കുറിച്ചിട്ട് 1956 ഓഗസ്റ്റ് മാസം 15 കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമാകുന്നത്. ഉദ്ഘാടനം ചെയ്തത് ഒക്ടോബർ മാസം 15 ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ സംഗീത നാടക അക്കാദമി ആരാ ഉദ്ഘാടനം ചെയ്തത്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ? എങ്കിൽ സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ആസ്ഥാനം തൃശ്ശൂരാണ്. പ്രസിദ്ധീകരണങ്ങൾ സാഹിത്യ ചക്രവാളം, സാഹിത്യ ലോകം, മലയാളം ലിറ്ററേച്ചർ സർവേ. ആദ്യ പ്രസിഡന്റ് സർദാർ KM പണിക്കരാണ്. നിലവിലെ പ്രസിഡന്റ് K സച്ചിദാനന്ദനാണ്. വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലാണ്. സെക്രട്ടറി CP അബൂബക്കർ ആണ്. എങ്കിൽ നമുക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2024 ആരാ വാങ്ങിച്ചു എന്ന് കൂടിയിട്ട് പഠിച്ചു. 2025 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തില് മികച്ച നോവൽ വിഭാഗം ആർക്കാണ്? GR ഇന്ദുഗോപനാണ് കേട്ടോ. GR ഇന്ദുഗോപന്റെ ആനോ എന്ന നോവലിലാണ് 2025 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇന്ദുഗോപനാണ്. ആനോ എന്ന നോവലിനാണ്. ഇനി കവിതാ വിഭാഗത്തിൽ ആർക്കാണ്? അനിത തമ്പിക്കാണ്. ആർക്കാണ്? അനിത തമ്പിക്ക് മുരിങ്ങവാഴ, കറിവേപ്പ് എന്നിവയ്ക്കാണ് കേട്ടോ. ഏതാണ്? മുരിങ്ങ വാഴ, കറിവേപ്പ് ഇതിനാണ് പുരസ്കാരത്തിന് അർഹയാക്കിയിരിക്കുന്നത്. മികച്ച ചെറുകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ചെറുകഥാ വിഭാഗത്തിൽ കിട്ടിയിരിക്കുന്നത് B ഷിനിലാലിനാണ്. ഷിനിലാലിന്റെ ഏതാണ്? ഗരിസപ്പ അരുവി അല്ലെങ്കിൽ ഏതാ? ഒരു ജലയാത്ര. ഒരു ജലയാത്ര. ഓക്കെ, ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്രയ്ക്കാണ് ചെറുകഥാ വിഭാഗത്തിൽ. ഇനി സമഗ്ര സംഭാവന കിട്ടിയിരിക്കുന്നത് ആർക്കാണ്? KV രാമകൃഷ്ണനാണ് കേട്ടോ. KV രാമകൃഷ്ണന് അതേപോലെ ഏഴാച്ചേരി രാമചന്ദ്രനുമാണ്. അപ്പൊ 2025 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം പഠിച്ചു വെക്കുക. നോവൽ വിഭാഗത്തില് ഇന്ദുഗോപനാണ് കേട്ടോ. GR ഇന്ദുഗോപനാണ് ആനോ എന്ന നോവലിനാണെങ്കിൽ. കവിതാ വിഭാഗത്തിൽ അനിത തമ്പിക്കാണ് മുരിങ്ങവാഴ, കറിവേപ്പ്. ചെറുകഥാ വിഭാഗത്തിൽ B ഷിനിലാലിനാണ് ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. സമഗ്ര സംഭാവന KV രാമകൃഷ്ണനാണ്. ഏഴാച്ചേരി രാമചന്ദ്രൻ. നന്നായിട്ട് ഇവിടെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. അത് പിന്നേക്കെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് എന്താകും? എല്ലാം കൂടി നമുക്കൊരു കൺഫ്യൂഷൻ ആകും.
അതായത് 2024 പുരസ്കാരമാണ് എപ്പോ കൊടുക്കുന്നത്? 2025 കൊടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോ വരുന്നുള്ളൂ 2025 ആയിരിക്കും എവിടെ കൊടുക്കുക? 2026 കൊടുക്കുക കേട്ടോ. അപ്പൊ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് 2024 തന്നെയാണ്. ഇതിപ്പോ 2025 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്കറിയാലോ, ഓരോ വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പുരസ്കാരങ്ങൾ കൊടുക്കുക കേട്ടോ. 2024 തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. 2024 തന്നെ പഠിച്ചു വെക്കുക. കൊടുത്തത് ഈ വർഷമാണെങ്കിലും 2025 വർഷം ഏതാണ്? 2024 കേട്ടോ. 2024 തന്നെയാണ് ചോദ്യങ്ങൾ കറണ്ട് അഫെയറിൽ കയറി വരികയുള്ളൂ കേട്ടോ. 2024 തന്നെ പഠിച്ചു വെക്കുക. നോവൽ ഇന്ദുഗോപനാണ് ആനോ എന്ന നോവല്. കവിത അനിതാ തമ്പിയുടെ മുരിങ്ങവാഴ കറിവേപ്പ്. ചെറുകഥ വി ശിനിലാലിന്റെ ഗരിസപ്പരുവി അഥവാ എന്നാണ് കേട്ടോ. അഥവാ ഒരു ജലയാത്ര. സമഗ്ര സംഭാവനയ്ക്ക് KV രാമകൃഷ്ണനും ഏരാച്ചിരി രാമചന്ദ്രനും മകനും. നമുക്കിനി നെക്സ്റ്റ് വൺ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി നമുക്ക് നോക്കാം കേട്ടോ. കേരള സംസ്ഥാന ചലച്ചിത്ര അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ചലച്ചിത്ര അക്കാദമിയെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്? സ്ഥാപിതമായ വർഷം പഠിക്കണം അല്ലേ? ആദ്യം നമ്മൾ പഠിക്കേണ്ടത് സ്ഥാപിതമായ വർഷം. വർഷം 98 കേട്ടോ. 1998 സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് കേട്ടോ. സാംസ്കാരിക വകുപ്പിന് കീഴിലും അതേപോലെ തന്നെ കേരള സർക്കാരിന്റെ കീഴിലുമാണ് എന്ത് നിയന്ത്രണം കേട്ടോ. സാംസ്കാരിക വകുപ്പും കേരള ഗവൺമെന്റിന്റെ കീഴിലുമാണ് ഇതിന്റെ നിയന്ത്രണങ്ങളുള്ളത്. അതേപോലെ ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോ എപ്പോഴും പഠിക്കും കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി പുരസ്കാരം പ്രഖ്യാപിച്ചു എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? അപ്പൊ എന്തൊക്കെയാ ലക്ഷ്യങ്ങള്? മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെ? മലയാള സിനിമയുടെ സാംസ്കാരിക വളർച്ച ഉറപ്പാക്കണം അല്ലെ? മലയാള സിനിമയുടെ സാംസ്കാരിക വളർച്ച ഉറപ്പാക്കണം. പിന്നെ എന്താണ്? സിനിമയെ കുറിച്ചിട്ട് പഠനം നടത്തുക, ഗവേഷണം നടത്തുക അല്ലെ? ഗവേഷണം നടത്തുക. പിന്നെ എന്ത് വരും? പിന്നെ ഇപ്പൊ വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ സിനിമയോട് ഇഷ്ടമുള്ള ഒരുപാട് വ്യക്തികളുണ്ടല്ലേ? നമ്മൾ നല്ല ഭാഷയിൽ പറയുകയാണെങ്കിൽ സിനിമാ പ്രേമികൾ എന്ന് പറയും അല്ലേ? അങ്ങനെ ഈ സിനിമാ പ്രേമികൾക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ എന്ത് ചെയ്യുക? പരിശീലനം നൽകുക. പരിശീലനം, അതുപോലെ അവബോധം ഇതൊക്കെ നൽകുന്നതും സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയാണ്. അതേപോലെ തന്നെ ഇതിന്റെ ലക്ഷ്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഇവർ നടത്തുന്നത്? എന്തൊക്കെയാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി നടത്തുന്ന പ്രവർത്തനങ്ങള്? നമുക്കറിയാം അല്ലെ? IFFK അല്ലെ? IFFK എന്താ IFFK? ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള അല്ലെ? ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള. ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയാണ് IFFK എന്ന് പറയുന്നത്. അതേപോലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ് അല്ലെ? IFFK എന്ന് പറയുന്നത് എന്താണ്? ഒരു അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയാണ്. അപ്പൊ ഇത് സംഘടിപ്പിക്കുന്നത് ആരാ? ഈ അന്താരാഷ്ട്ര ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയാണ്. അതുപോലെ തന്നെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത് ആരാ? അത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയാണ്. അതേപോലെ തന്നെ നോക്കൂ, KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് എന്താ? അത് സിനിമാ പഠന സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളാണ് അല്ലേ? ഇതൊക്കെ എന്താണ്? സിനിമയെ കുറിച്ച് പഠിക്കാനും അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കൂടിയിട്ടാണ് ഏത്? KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ്. ഓക്കെ, അതെന്താണ്? KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് എന്താ? അത് ഒരു സിനിമ പഠന സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങള് ഒക്കെ നടത്തുന്നതും ആര് തന്നെയാണ്? സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയാണ്. അപ്പൊ IFFK ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയാണ്. അതുപോലെ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസിന്റെ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് പ്രവർത്തനങ്ങൾ നടത്തുന്നതും ഒക്കെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയാണ് കേട്ടോ. അത് പഠിച്ചു വെക്കേണ്ടതാണ്.
മനസ്സിലായല്ലോ. അപ്പൊ നമ്മളിവിടെ എന്തൊക്കെയാ പഠിച്ചത്? കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയെ കുറിച്ച് പഠിച്ചു. 98-ലാണ് സ്ഥാപിതമായത്. ആസ്ഥാനം തിരുവനന്തപുരത്താണ് അല്ലെ? എവിടെയാണ് ആസ്ഥാനം? സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ തിരുവനന്തപുരം. നമ്മൾ നേരത്തെ പറഞ്ഞത് മുഴുവൻ തൃശ്ശൂരാണ് അല്ലെ? പക്ഷെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്, പ്രീവിയസ് ആണ്. ഇനി ആരുടെ നിയന്ത്രണത്തിലാണ്? സാംസ്കാരിക വകുപ്പിന്റെയും കേരള ഗവൺമെന്റിന്റെയും നിയന്ത്രണത്തിലാണ് മലയാള സിനിമയുടെ കലാപരമായിട്ടും സാംസ്കാരികപരമായിട്ടുള്ള വികസനവും സിനിമയെ കുറിച്ച് പഠനം നടത്തുന്നതും ഗവേഷണം നടത്തുന്നതും പരിശീലനം നൽകുന്നതും അവബോധം നൽകുന്നതും ഒക്കെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയാണ്. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള IFFK, അതായത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നതും KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വിഷ്വൽ സയൻസിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും ഒക്കെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയാണ്. പഠിച്ചല്ലോ. അപ്പോൾ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഈ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസിന്റെ ആസ്ഥാനം എവിടെയാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, കോട്ടയമാണ് കേട്ടോ. കോട്ടയത്താണ്. പ്രീവിയസ് ചോദ്യമാണ്, പഠിക്കണം. കോട്ടയത്താണ് കേട്ടോ. അപ്പൊ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം എപ്പോഴാണ്? 98-ലാണ്. 98-ലാണ്. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. IFFKയുടെ പൂർണ്ണ രൂപം എന്താണ്? IFFKയുടെ പൂർണ്ണ രൂപം പ്രീവിയസ് ആണ്, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള. ഓക്കെ. ഇനി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഏത് വകുപ്പിന് കീഴിലാണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? സാംസ്കാരിക വകുപ്പിന് കീഴിലാണ്. ഇനി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഏത് പുരസ്കാരമാണ് നൽകുന്നത്? എന്താണ്? കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് നൽകുന്നത്. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. ഇത്രയും കാര്യങ്ങൾ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയെ കുറിച്ച് പഠിച്ചിരിക്കണം. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ ആദ്യത്തെ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻപ്രീത് കൗർ ആണ് കേട്ടോ. ഇന്ത്യ ആദ്യമായിട്ട് വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ആയിരുന്നു. നമുക്ക് ആദ്യമായിട്ട് ഈ വനിതാ ലോകകപ്പ് കേട്ടോ, വനിതകളുടെ ലോകകപ്പ് മത്സരം നടന്നത് 1973-ലാണ് കേട്ടോ, വനിതകളുടെ. എന്നാൽ പുരുഷന്മാരുടെ നടന്നത് എപ്പോഴാണെന്നറിയോ? 1975-ലാണ് കേട്ടോ. അതായത് പുരുഷന്മാരുടെ വരുന്നതിന് മുമ്പ് തന്നെ വനിതകളുടെ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് വേദി എവിടെയായിരുന്നു? ആദ്യം വനിതകളുടെ ലോകകപ്പിന്റെ വേദി ഇംഗ്ലണ്ടിലായിരുന്നു കേട്ടോ. ഫൈനലിൽ വന്നിട്ട് ഇംഗ്ലണ്ട് ആൻഡ് ഓസ്ട്രേലിയ ആണ് കേട്ടോ. ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയുമായിരുന്നു എന്ത് ചെയ്യുന്നത്? മത്സരത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ വിജയിച്ചത് ആരാ? നമ്മുടെ ഇംഗ്ലണ്ട് ആണ് കേട്ടോ. നമ്മുടെ ഇംഗ്ലണ്ട് അല്ല, ഇംഗ്ലണ്ട് ആയിരുന്നു. അത് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് നടന്ന വർഷം 1973 ലോകകപ്പിന് അന്ന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇംഗ്ലണ്ടാണ്, വേദി ഇംഗ്ലണ്ടാണ്. അതേപോലെ ഇന്ത്യയും എന്ത് ചെയ്തിട്ടാണ്? ഇന്ത്യ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു 73-ല് ഉണ്ട്. ഓക്കെ. ഇന്ത്യ എന്താണ്? പഠിച്ചു വെക്കണം. ആദ്യത്തെ വനിതാ ലോകകപ്പ് നടക്കുന്ന സമയത്ത് തന്നെ ആ മത്സരത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യം ഉണ്ടായിരുന്നു. പക്ഷെ വിജയിക്കാനായിട്ട് പറ്റിയില്ല. ആദ്യ ജേതാവ് ഇംഗ്ലണ്ടാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. വേദി ഇംഗ്ലണ്ട് ആണെന്ന് പറഞ്ഞു. അതേപോലെ ഫൈനലില് വിജയിച്ചതും ഇംഗ്ലണ്ട് തന്നെയാണ് കേട്ടോ. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? രചയിതാവ് സുഭാഷ് ചന്ദ്രനാണ് കേട്ടോ. മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവ് സുഭാഷ് ചന്ദ്രനാണ്. എസ് ഹരീഷിന്റെ പ്രശസ്തമായ നോവൽ ഏതാണ്? മീശയാണ് അല്ലെ? മീശയാണ്. അതേപോലെ തന്നെ തപോമയുടെ അച്ഛൻ ആരുടേതാ? തപോമയുടെ, പ്രീവിയസ് ആണ്. തപോമയുടെ അച്ഛൻ ഇതാരുടെ നോവലാണ്? ഈ സന്തോഷ് കുമാറിൻ്റെതാണ് കേട്ടോ. പ്രീവിയസ് ചോദ്യമാണ്, പഠിച്ചു വെക്കണം, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ സന്തോഷ് കുമാറാണ് തപോമയുടെ അച്ഛൻ. അതിന് പ്രത്യേകത എന്താ? ഈ തപോമയുടെ അച്ഛൻ രചിച്ചത് ഈ സന്തോഷ് കുമാറാണ് അല്ലെ. 2025 വയലാർ പുരസ്കാരം ലഭിച്ചത് ഇതിനാണ് കേട്ടോ. 2025 വയലാർ അവാർഡ് കിട്ടിയത്, 2025 വയലാർ അവാർഡ് നേടിയ പുസ്തകമാണ് തപോമയുടെ അച്ഛൻ. രചിച്ചത് ഈ സന്തോഷ് കുമാറാണ്. ഇനി അതേപോലെ റാം കെയർ ഓഫ് ആനന്ദി ഇതാരുടെയാ? റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ ആരുടേതാണ്? അഖിൽ പി ധർമ്മജൻ ട്ടോ. അഖിൽ പി
ധർമ്മജൻ. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താ? 2025 സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം നേടിയത് കേട്ടോ. യുവ പുരസ്കാരം നേടിയത് റാം കെയർ ഓഫ് ആനന്ദിക്കാണ്. അത് പഠിച്ചു വെക്കണം. അതേപോലെ കൊരലാരം, ഇതൊരു സ്റ്റോറിയാണ് കേട്ടോ, ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. കൊരലാരം ആരാ എഴുത്തുകാരൻ? അനന്ത പത്മനാഭനാണ് കേട്ടോ, അനന്ത പത്മനാഭൻ. അതായത് ഇതിന്റെ പ്രത്യേകത നമ്മുടെ 2025 ഈ വായനാ റിപ്പോർട്ടുകളിലൊക്കെ ചർച്ചയായിട്ടുള്ള ഒരു കഥയാണ് കൊരലാരം എന്ന് പറയുന്നത്. അനന്ത പത്മനാഭന്റേതാണ് കേട്ടോ. അപ്പൊ തപോമയുടെ അച്ഛൻ ഈ സന്തോഷ് കുമാർ കേട്ടോ, പഠിച്ചു വെക്കണേ. എന്താണ് തപോമയുടെ അച്ഛൻ? ആരുടേതാണ്? സന്തോഷ് കുമാർ. 2025 വയലാർ അവാർഡ് നേടിയ പുസ്തകമാണ്. അതേപോലെ റാം കെയർ ഓഫ് ആനന്ദി അഖിൽ പി ധർമ്മജന്റേതാണ്. 2025 സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ കൊരലാരം ആരുടേതാണ്? അനന്ത പത്മനാഭന്റേതാണ്. 2025 വായനാതില് നല്ല രീതിയിൽ ശ്രദ്ധേയമായ ഇതാണ് ഇത് കൊരലാരം ട്ടോ, അനന്ത പത്മനാഭന്റേതാണ്. ഓക്കെ, നമുക്ക് സുഭാഷ് ചന്ദ്രന്റെ പ്രധാനപ്പെട്ട കൃതികൾ നമ്മൾ ഒന്ന് പറഞ്ഞു. മനുഷ്യന് ഒരു ആമുഖം അല്ലെ, മനുഷ്യന് ഒരു ആമുഖം സുഭാഷ് ചന്ദ്രന്റേതാണ് കേട്ടോ. മനുഷ്യന് ഒരു ആമുഖം സുഭാഷ് ചന്ദ്രന്റേതാണ്. സമുദ്രശില, ഓക്കെ, സമുദ്രശിലയും സുഭാഷ് ചന്ദ്രന്റേതാണ്. അതേപോലെ ജ്ഞാനസ്നാനം, ജ്ഞാനസ്നാനം ആരുടേതാണ്? അതും സുഭാഷ് ചന്ദ്രന്റേതാണ്. പിന്നെ ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം, ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. പറുദീസ നഷ്ടം, തൽപ്പം, ബ്ലഡി മേരി, ഇതൊക്കെ കഥകളാണ് കേട്ടോ. വാഹിദം, അതേപോലെ മധ്യേ ഇങ്ങനെ എന്താ? കാണുന്ന മറയത്ത് അല്ലെ, കാണുന്ന നേരത്ത് അല്ലെ, മധ്യേ ഇങ്ങനെ. പിന്നെ കാണുന്ന നേരത്ത്, ദാസ് ക്യാപിറ്റൽ ആത്മകഥാപരമായിട്ടുള്ള ഒരു ലേഖനമാണ് കേട്ടോ സുഭാഷ് ചന്ദ്രന്റെ ദാസ് ക്യാപിറ്റൽ. പിന്നെ കഥയ്ക്കാണാവാതെ കേട്ടോ, പിന്നെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അതൊക്കെ പഠിച്ചു വെക്കുക. അക്കുടുമുയിൽ അപ്പം ചുട്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് സുഭാഷ് ചന്ദ്രൻ രചിച്ചതാണ്. അക്കുടുമുയിൽ അപ്പം ചുട്ട്, പെരുന്തച്ചൻ, ഭൂമിയിലെ മാലാക, സ്നേഹത്തിന്റെ ചിറക്, കണ്ണാടി മാലിക, പണ്ടൊരു മാർത്താണ്ഡവർമ്മ, പിന്നെ അങ്ങനെ കുറെ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് രചിച്ചിട്ടുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ടത് പഠിക്കുമ്പോൾ മനുഷ്യന് ഒരു ആമുഖം പഠിച്ചു വെക്കണം, സുഭാഷ് ചന്ദ്രന്റേതാണ്. സമുദ്രശില പഠിക്കുക. പിന്നെ ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം, അതൊരു ചെറുകഥാ സമാഹാരമാണ് കേട്ടോ. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം ഒരു ചെറുകഥാ സമാഹാരം ആണ്. ഓക്കെ, അവിടെ പഠിച്ചു വെക്കണം. പിന്നെ സമുദ്രശില, ജ്ഞാനസ്നാനം, പറുദീസ നഷ്ടം, തൽപ്പം, ബ്ലഡി മേരി, വാഹിദ, മധ്യേ ഇങ്ങനെ, കാണുന്ന നേരത്ത്, ദാസ് ക്യാപിറ്റൽ, കഥയ്ക്കാണാവാതെ, ഇതൊക്കെ ആരുടേതാണ്? സുഭാഷ് ചന്ദ്രന്റെ നോവലുകളാണ് കേട്ടോ. സുഭാഷ് ചന്ദ്രന്റെ പഠിച്ചു വെക്കണം, മറക്കാൻ പാടില്ല. ഇപ്പൊ ഇതില് സമുദ്രശിലയും അതേപോലെ മനുഷ്യനൊരു ആമുഖം, ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. മനുഷ്യനൊരു ആമുഖം, സമുദ്രശില, ജ്ഞാനസ്നാനം, ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം പ്രീവിയസ് ആണ്, പറുദീസ നഷ്ടം, തൽപ്പം, ബ്ലഡി മേരി, വാഹിദ, മധ്യ ഇങ്ങനെ, കാണുന്ന നേരത്ത്, ദാസ് ക്യാപിറ്റൽ, ഇതൊക്കെ സുഭാഷ് ചന്ദ്രന്റേതാണ് കേട്ടോ. അതേപോലെ ഇത് വന്നിട്ട് സുഭാഷ് ചന്ദ്രന്റേതാണ്. ഇനി അടുത്തത് വന്നിട്ട് ഹരീഷിന്റെ നോവലാണ് കേട്ടോ. ഹരീഷിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞു മീശ അല്ലെ.
ഹരീഷിന്റെ ഏതാണ്? മീശ. ഏറ്റവും പ്രശസ്തമായ കൃതിയാണ് കേട്ടോ ഹരീഷിന്റേത്, മീശ. അത് പഠിക്കണം. ഏറ്റവും പ്രശസ്തമായ കൃതിയാണ്. OV വിജയൻ പുരസ്കാരം നേടിയിട്ടുണ്ട് കേട്ടോ. OV വിജയൻ പുരസ്കാരം നേടിയ ഹരീഷിന്റെ കൃതി ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? മീശയാണ് കേട്ടോ. അതുപോലെ ആദം, ഹരീഷിന്റെയാണ് ആദം. ആനന്ദിയുടെ ചിറകുകൾ, ആനന്ദിയുടെ ചിറകുകൾ. വെയിൽ പൊട്ടുകൾ, വെയിൽ പൊട്ടുകൾ. പുലർക്കാല സ്വപ്നങ്ങൾ, പുലർക്കാല സ്വപ്നങ്ങൾ, പുലർക്കാല സ്വപ്നങ്ങൾ കേട്ടോ. അപ്പൊ OV വിജയൻ പുരസ്കാരം നേടിയ ഹരീഷിന്റെ നോവൽ ഏതാന്ന് ചോദിച്ചാൽ അത് മീശയാണ്. അതുപോലെ കേരള സാഹിത്യ അക്കാദമി യുവ പുരസ്കാരത്തിനൊക്കെ ചർച്ചകളിൽ ഒരു ഇടം നേടിയ ഒരു കൃതി കൂടിയിട്ടാണ് മീശ എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഈ മീശ നോവലിന്റെ ഒരു പ്രത്യേകത, അതിന് ഒരുപാട് പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ വിവാദങ്ങളും നേരിട്ട ഒരു ഹരീഷിന്റെ കൃതിയാണ് മീശ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മീശ എന്ന നോവലിന്റെ കർത്താവ് ആരാണ്? ഹരീഷ് ആണ് കേട്ടോ. അതേപോലെ ആദം, ആനന്ദിയുടെ ചിറകുകൾ, വെയിൽ പൊട്ടുകൾ, പുലർക്കാല സ്വപ്നങ്ങൾ, ഇതൊക്കെ ഹരീഷിന്റെ നോവലാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കഴിഞ്ഞു. ഇന്നത്തെ ചർച്ച കഴിഞ്ഞു കേട്ടോ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഇത് അരിച്ചു കലക്കിയിട്ട് അങ്ങോട്ട് പഠിക്കാം കേട്ടോ. ഈ അടുത്ത് നടന്ന ചോദ്യത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ സാഹിത്യ മേഖല, കലാ സാഹിത്യ സംസ്കാരം സ്പോർട്സ് മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ടോപ്പിക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വേറെ ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴേക്ക് കമന്റ് ചെയ്യുക. വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എഴുതി അറിയിക്കാനുള്ള ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.